അങ്ങനെ സ്കൂള് കഴിഞ്ഞ് വീക്കെൻഡ് തുടങ്ങുവാണ്. ഫസ്റ്റ് വീക്കെൻഡ് ആണ് ഓഫ് ദിസ് സ്കൂളിംഗ് ഇയർ. കറക്റ്റ് ഇന്ന് കുറച്ച് ലേറ്റ്, അല്ലെങ്കിൽ അവൻ 3 മണിയൊക്കെ ആകുമ്പോൾ എത്തേണ്ടതാണ്. 3:30 ഇപ്പോൾ വരുന്നുണ്ട് താരം. ഇന്ന് ഫസ്റ്റ് ആണ് ഒറ്റയ്ക്കും കൂടെ പോയത്. ഇവിടെ ആള് 100 കൂട്ടം വിശേഷം കാണും പറയാനായിട്ട്. ഹലോ, ഉറങ്ങിപ്പോയാ? കുഴപ്പമില്ല, ഫ്രൈഡേ ആയി. PS5 ഫോറം മോള് ബോട്ടിലും ചീത്തയാ. എൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ പറ്റില്ല, അടയ്ക്കാൻ പറ്റില്ല. അത് ശരിയാക്കാം. ബാ, വേറെ എന്തൊക്കെയോ പോയി അല്ലേ? ബാ ബാ. എന്താ ബാഗ് വെക്കാൻ പറ്റാത്ത? ഓ, ബാഗ് എൻ്റെ അകത്ത് കയറില്ലാന്ന്. അതും ശരിയാക്കാം. ഇതിന് വീക്കെൻഡ് ഫ്രൈഡേ ആകുമ്പോൾ ബിരിയാണി കമ്പൽസറി ആണ്. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ 3 ദിവസം ബിരിയാണി കൊടുക്കുക. ഒറ്റ സ്ഥലത്തെ ബിരിയാണി ഞാൻ കഴിക്കുള്ളൂ, ഞങ്ങൾ വാങ്ങാറുള്ളൂ. ഹോട്ട് ബോക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഹോട്ട് ബോക്സിൽ ബിരിയാണി. ഇപ്പോൾ നിൻ്റെ ഒരു പുതിയ ഹാബിറ്റാണ് കോഫി. പക്ഷെ കോൾഡ് കോഫി, അതും ബ്ലാക്ക്. അത് ഡെയിലി ഇപ്പോൾ ഞാൻ കുടിക്കും ഒരു എനർജിക്ക് വേണ്ടി. കാരണം ഫുഡൊക്കെ ഡയറ്റ് ആയതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ കേട്ടോ. ബ്ലാക്ക് കോഫി വിത്ത് ഷുഗർ. പക്ഷെ ഇത് ഷുഗർ ഫ്രീ ഷുഗറാണ്. മറ്റേ സ്റ്റീവിയൊക്കെ പോലത്തെ ഒരു നാച്ചുറൽ ഷുഗർ ഫ്രീ ഷുഗറാണ്. സാധാരണ ഷുഗർ ഫ്രീ ഷുഗർ അല്ല. അത് ഏതാണെന്ന് പറയായിരുന്നു, പക്ഷെ അത് പാക്കറ്റ് കളഞ്ഞു പോയി. ഇപ്പോൾ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വേദുവിന് പ്രിയ ഓർഡർ ചെയ്ത പുതിയൊരു സാധനമാണ് ഇത്. സ്വിമ്മിങ് ഡ്രസ്. ഇപ്പോൾ അവർക്ക് സ്വിമ്മിങ് ഉണ്ടല്ലോ, സ്കൂളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സോ സ്വിമ്മിങ് ചെയ്യാനായിട്ട് ഇത് അവർ പേരെഴുതി. എല്ലാത്തിലും ടാഗ്സ് വേണം കേട്ടോ അവർക്ക്, അല്ലെങ്കിൽ മാറിപ്പോവല്ലോ. അതിന്റെ കൂടെ ഇത് സ്വിമ്മിംഗ് ഡ്രസ് ഇടാൻ. അപ്പൊ ഇതെന്തിനാ ഈ വലിയ കവറ്? ഓ, 2 എണ്ണം. ഓക്കെ. ഇത് തിരിച്ച് ഇത് ക്യാപ്പും ഗോഗിൾസ് ഒക്കെ ഇടാൻ, ഇത് സ്വിമ്മിംഗ് ഡ്രസ് ഇടാൻ. നന്നായിട്ടുണ്ട്. സ്വിമ്മിംഗ് ഒരു തീമും ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഒരു ചൈൽഡ്ഹുഡ് ഞാൻ സ്വപ്നം കാണുന്നു. തിരിച്ച് ചൈൽഡ്ഹുഡിൽ എനിക്ക് പോകണം. അതെ, പ്രിയ മോഹന്റെ പ്രിയ മോഹന്റെ ദിലുവിന്റെ മോനായിട്ട് ജനിക്കട്ടെ ഞാൻ. ബായ്. വന്ന് റെസ്റ്റ് ചെയ്ത് അരമണിക്കൂറിൽ വേറെ ട്യൂഷൻ ക്ലാസ്. ഒന്നില്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്, അല്ലെങ്കിൽ കരാട്ടെ ക്ലാസ്, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്. ഇതാണ് വേദുവിന്റെ വീക്ക് ഡേ. മാക്സിമം ഫുൾ ടൈം ബിസിയാണ്. ഇന്നാണ് പിന്നെ ഒരു സമാധാനമായത്. പാസ്പോർട്ടിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത ചൈനയിലേക്ക് പോകുന്നതാണ്. ഈ ചൈനീസ് വിസ കിട്ടാൻ ഇപ്പോഴും ടെൻഷനാണ്. അപ്രൂവ് ആയി വന്നിട്ടുണ്ട്. സോ ചൈനയിൽ ഞങ്ങൾ അടുത്ത മാസം പോകുന്നതായിരിക്കും. അടുത്ത മാസം പോകുന്നതായിരിക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് എൻ്റെ ഐഡിയ ആണ്. ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും മിഠായി. ഇനി വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്. ബാങ്കോക്കിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ കുറച്ച് യൂണീക്ക് ചോക്ലേറ്റ്സ് വന്ന് ഇവിടെ കൊണ്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജപ്പാനിൽ നിന്നുള്ള സാധനമുണ്ട്, ഇനി ചൈനയിലും കൂടെ ചോക്ലേറ്റ്സ്. നല്ല ഐഡിയ അല്ലേ? പണ്ടൊക്കെ ഉണ്ടല്ലോ സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മാത്രം നോക്കിയത്. ഇപ്പം അവരുടെയൊക്കെ പണി നോക്ക്. റീൽ ഷൂട്ടിങ്, സാരി ഉടുപ്പിക്കൽ, റീൽ ഷൂട്ടിങ്, ഡാൻസിന് ഡാൻസ്, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇത് മമ്മിയുടെ ബ്രാൻഡാന്ന് തോന്നുന്നു കേട്ടോ. മമ്മി പറഞ്ഞ് പ്രത്യേകിച്ച് ചെയ്യിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ബാങ്കോക്ക് ഫാഷൻ്റെ ഒരു സർപ്രൈസ് വരുന്നുണ്ട്. അത് ഉടനെ തന്നെ ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓ, ഹലോ. ആഫ്റ്റർ ട്യൂഷൻ ബോയ്. അമ്മ ഒരു ക്യാബേജ് പറയുന്ന ഉണ്ടാക്കിയതാ. പുള്ളി. ആ, അപ്പൊ കുഴപ്പമില്ല. വേദുവിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാറേ വേദു ഒറ്റയ്ക്ക് പോകുമ്പോ സ്പീഡ് നോക്കണം എന്ന്. കൂടിപ്പോയി കഴിഞ്ഞാൽ അതാ പറയുന്നത്, എല്ലാ ദിവസം വന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ സ്പീഡ് ആണ് തന്നേന്ന്. നമ്മുടെ സ്പൈ വെയർ ആണ് വേദു, സ്പൈ വെയർ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്പയ്ക്ക് ഓരോ ന്യൂസ് തരുന്ന ആള്. അതെ, എല്ലാവർക്കും ന്യൂസ് കൊടുക്കുന്ന ആളാ. ഏത് ഫ്രണ്ട്? ആ ഫ്രണ്ട് ഒന്നും ഇല്ല ഇപ്പൊ. നമുക്ക് ഇപ്പൊ വേറൊരു ഫ്രണ്ട് വരും. അപ്പനെ ഫോൺ വിളിച്ചു. കൊള്ളാലോ മമ്മി. ഇതുപോലെ നല്ല കളക്ഷൻസ് ഒക്കെ ഇറക്കും. ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആ. അതല്ല, മമ്മിയുടെ ഓൺ ബ്രാൻഡിന്. ആ, അയ്യോ, എന്താ ഓടി ഒന്ന് വാങ്ങി തരാം. നോക്കട്ടെ, അത് കൊള്ളാം. ഇതൊക്കെ ഇപ്പൊ നമ്മള് പുതിയ റീൽസ് പ്ലാൻ ചെയ്യുന്നത്. അതും കൊള്ളാം. ഈ 2 എണ്ണം കൂടെ. വാ, ഫോറം മോളിൽ പോ.
വെൽക്കം ടു ഫോറം മോൾ വേദു. വേദു പണ്ട് ബേബി ആയിരുന്നപ്പോ വേദും ദിയം ഫോറം മോളിൽ ഒരുമിച്ച് വന്നിട്ടില്ലേ? എസ്കലേറ്ററിലൊക്കെ കേറിയില്ലേ? അങ്ങനെയൊന്നും വന്നില്ല. അപ്പോ ഇത് വേദുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അവന് വേണ്ട സാധനമാണ് കുക്കിമാൻ്റെ സോഫ്റ്റ് ചോക്ലേറ്റ് കുക്കീസും അതുപോലെ ഒരു മിൽക്കി ചോക്ലേറ്റും. ഞാനത് കാണിച്ചു തരാം. 3 എണ്ണമായിട്ട് വാങ്ങിയ 235. നിങ്ങൾ കുക്കി ലവർ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ഡെലിഷ്യസ്. ഈ 3 അവൻ തന്നെ കഴിക്കുക. ഇത് കുറച്ച് ചൂടാക്കണം, ഒരു 20-30 സെക്കൻഡ്സ് മൈക്രോവേവ് ഇവിടുന്ന് തന്നെ ചൂടാക്കി തരും. ചൂടാക്കി ഇത് കഴിച്ചതിനുണ്ടല്ലോ ഇന്റർനാഷണൽ ലെവൽ കുക്കീസാണ്. ആൻഡ് 235 ഫോർ കുക്കീസൊക്കെ ആലോചിക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളത് മറക്കും. വേർത്ത് ദ മണിയാണ്. അവർ നേരെ ഫൺ സിറ്റി പോയിട്ടുണ്ട് VR കളിക്കാൻ. ഇതിൻ്റെ ഫേവറേറ്റ് ആണ് VR. അമ്മയുടെ ഡ്യൂട്ടി ഇതൊക്കെ പണ്ട് എങ്ങനെയുള്ള വീക്കെൻഡ്സ് ആയിരുന്നു നമ്മുടെയൊക്കെ. അതൊക്കെ മാറി ഇവന്റെ റൂട്ടീന്റെ സറൗണ്ടിങ് ആയി നമ്മുടെ റൂട്ടീൻ, നമ്മുടെ റിക്വയർമെന്റ്. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് VR-ൽ. ഒരു വീക്ക്നെസ് ആണ്. ഇതിന് പറ്റിയ കമ്പനി ആരാന്നറിയോ? ജെഫ്രിന്. VR വീക്ക്നെസ് ആണല്ലോ. പോയി തൊട്ടാ അവനെ പോയി തൊട്ട് നോക്ക്, വെറുതെ കാല് തൊട്ടാ പേടിക്കും. ഭയങ്കര ഷോക്കിംഗ് ആണ്. സാറ്റർഡേ ആയിട്ടും ഫ്രൈഡേ ആയിട്ടും ആരുമില്ല ഫോറം മോളിൽ. ഭയങ്കര എംപ്റ്റി ആയി കിടക്കുന്നു. ഐ ഡോണ്ട് നോ വൈ. എനിക്കൊന്ന് തുടരുമ്പോൾ തിരക്കും കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുടങ്ങിയുള്ള ഫസ്റ്റ് വീക്കല്ല, ആരുമില്ല. എൻ്റെ കൂടെ നാളെ ഞങ്ങൾ ഒരു സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. അതിൻ്റെ ആനിമേഷൻ കുറേ 10-12 വർഷം കണ്ടു മുമ്പ് വന്നായിരുന്നു തോന്നുന്നു, ഓർമ്മയില്ല. സിനിമ വന്നിട്ടുണ്ട്, നല്ല റിവ്യൂസ് ആണ്. കുട്ടികൾ ഫാമിലിയായിട്ടുള്ളവർ ഡെഫിനറ്റ്ലി പോയി കാണും. അതിൻ്റെ തോന്നുന്നു ഭയങ്കരമായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യും. ഭയങ്കര ഒരു ഇമോഷണലും ആണ്, ഹാർട്ട് ടച്ചിങ് ആണ്, നല്ല മെസ്സേജസ് ഉണ്ട്. സോ മസ്റ്റ് വാച്ച് ആയിരിക്കും. ഞാൻ കാണുന്നതിന് മുമ്പ് പറയാണ് പോയി കാണുന്നത്. എന്താ ഇത്? എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത്? ആ ഡോക്ടർ കാണട്ടെ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെളിയിലത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. വെളിയിലത്തെ ഫുഡല്ല, ഇതുപോലെ അന്നും പറഞ്ഞു ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഈ ആഴ്ച ഷുഗർ ഇല്ല, ഫ്രൈഡ് ഫുഡ് ഇല്ല, സ്നാക്സ് ഇല്ല. ഇപ്പൊ രാത്രി ചിലപ്പോ പോവും. ജിലേബിയും പഴംപൊരിയും ബേൽപൂരിയും പറഞ്ഞിരിക്കുന്നു. ഇനി ഡിന്നർ കഴിക്കാനുള്ളതാ. ആര്? ഞാൻ എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. കിങ് ഒന്നും ഇല്ല വേദു. അവിടുന്ന് ഒരാൾ വിളിച്ചോണ്ടിരിക്കുന്നത് ഓടുന്നുണ്ട്. ന്യൂ ഡിന്നർ ടൈം. ഡിന്നർ കഴിഞ്ഞിട്ട് സാധാരണ ഒരു മൂവി, പക്ഷെ ആ മൂവി ഞങ്ങൾ നാളത്തേക്കാക്കി. നമ്മുടെ ഒരു വീക്കെൻഡ് റൂട്ടീൻ. അതെ, ഡിന്നർ പ്ലാൻസ് ക്യാൻസൽ ചെയ്ത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തു പോയി ചുമ്മാ ബോറടിക്കുമ്പോ ഫ്ലാറ്റ് മാറുമല്ലോ. അപ്പൊ പുതിയ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഹോസ്റ്റ് ചെയ്യാമെന്ന്. നമ്മൾ ആദ്യത്തെ ഗസ്റ്റ് ആയിരിക്കും അവിടുത്തെ. ഡിഷ് വാഷർ ഉണ്ട്. പണി ഉണ്ടാവില്ല. അപ്പൊ ലുലു ഫുഡ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. കുബൂസ്, ഗ്രിൽ ചിക്കൻ, സാലഡ് എല്ലാം. എൻജോയ് ചെയ്യാലോ വീട്ടിലാണെങ്കിൽ. വെൽക്കം വെൽക്കം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഡിഷ് വാഷർ എനിക്ക് ആദ്യമേ കൊണ്ടുപോയി കാണിക്കുന്നത്. പന്തുവിന്റെ പുതിയ ഫ്ലാറ്റ് കാണാം. വേദുവിന് ഇത് മാത്രമുള്ള പണി. ഈ ആന്റിനെ നോക്കുക, സ്പൈഡറിനെ നോക്കുക. പക്ഷെ സ്പൈഡറിന് ഇഷ്ടം ഒരു ദൂരെ കൂടെ ഒരു സ്പൈഡർ. ബെല്ലടിക്ക് അടിക്ക്. അതിന്റെ ഇടയിൽ സ്പൈഡർ ആണ്. പോ, ചെരുപ്പ് പോര്. ആരും ഇല്ലേ? ഫ്ലാറ്റ് മാറിയാ തിരിച്ച് അവരുടെ മറ്റേ ഫ്ലാറ്റിലേക്ക് പോയി കാണും. ചിലപ്പോ അങ്ങോട്ട് വരാനായിരിക്കും പറഞ്ഞേ. സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇനി തെറ്റിയായിരിക്കും കേട്ടത് ചിലപ്പോ പറഞ്ഞത്. ആരും ഇല്ലാത്ത പോലെ കണ്ട. ചെരുപ്പൊന്നും ഇല്ല വെളിയില്. വല്ലവരുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഇപ്പൊ കള്ളനാന്ന് വിചാരിക്കും കേട്ടാ.
വല്ല കാര്യമുണ്ടോ അവിടെ? ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല. വേറെ ഏതോ ബിൽഡിങ്ങിൽ പോയി ഇത് ഈ ബിൽഡിംഗേ അല്ല, പോയി ബെല്ലടിയോട് ബെല്ലടി. ഇതല്ല നമ്മളിപ്പോ ആരെങ്കിലും അടിച്ചു കൂട്ടി ഷേപ്പ് മാറ്റിയാല്. ചോദിച്ചെന്താ ആരും കണ്ടില്ലേന്ന്. അവൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് പോയിന്ന് അവര്. എന്നാ പിന്നെ ഞങ്ങൾക്ക് കേറുമ്പോ തന്നെ പറഞ്ഞൂടായിരുന്നു അല്ലേ? ഞാൻ പുള്ളിയോട് പറയും ചെയ്ത ഫോർജിയാന്ന്. ഫോറന്നെയാണ്, ഫ്ലാറ്റ് തന്നെയാണ്. വേദം ബെല്ലടിച്ചാ അതേട്ടാ. കറക്റ്റ് 4C. അത് 4D ആ. ഇതേതാ? ഇതുമല്ല. അതെ, ദിയുടെ ചെരുപ്പാണ് നമ്മുടെ അടയാളം. ദിയുടെ ചെരുപ്പുണ്ട്, അന്തുന്റെ ഉണ്ട്, തേഞ്ഞു പോയ ബർക്കിംഗ് സോക്കാ. ഞാൻ പറഞ്ഞു ബർക്കിംഗ് സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അവര് കയറ്റി വിട്ടു. തിരിച്ചിറങ്ങിപ്പോയപ്പോഴേ അവര് പറയാ അവിടെ ആരും ഇല്ല, കുറച്ച് രാവിലെ പോയതാന്ന്. സ്റ്റൂളാ, ദിയക്കാണോ സ്റ്റൂള്? പ്രിയ ഒരു കാര്യം അറിയോ? മിസ്റ്റർ അന്തുപോളില്ലേ, ഭാര്യയായിട്ട് ഹണിമൂണിന് പോവാ. എവിടെ ഫുഡ് കഴിക്കാൻ? നമ്മളെല്ലാരും കൂടെ പോന്നേന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പ അറിയോ എവിടെ പോണ്ടേന്ന് പറ. ഹയാത്തി പോവാ, പിന്നെ ഹോളിഡേയിൽ പോവാ. ഓക്കെ ഡൺ. അടുത്ത സാറ്റർഡേ. ഓക്കെ, അതെന്നാ? ഓഗസ്റ്റ് 16. നമുക്ക് മൂന്നാർ പോവാം. ദില്ലോങ്ങിലൊരു സ്ഥലം, ഒരു റിസോർട്ട് പറഞ്ഞിട്ടുണ്ട്. വീക്കെൻഡ് ആണോ? നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, തണുപ്പായിരിക്കും പക്ഷെ. അത് പറ്റില്ല. എലീസയാണോ? വരുവോ? വരുവോ അവിടം വരെ? വിളിച്ചോ കേട്ടാ, നമുക്ക് നോക്കാം. മേരി തന്നെ ലോട്ടറി അടിച്ചോട്ടാ, ഡിഷ് വാഷർ. പക്ഷെ മേരി തന്നെ പാഷൻ ആയിരുന്നല്ലോ. പാഷൻ ആയിരുന്നു. അത് എന്റെ അടുത്തും പറയും എന്റെ അമ്മ. ഈ പാത്രം കഴി കഴിഞ്ഞാൽ വെള്ളം തീർന്നു. പ്രിയനെ കാണിച്ചു കഴിഞ്ഞാൽ തീർന്നു കേട്ടാ. അപ്പൊ ഇങ്ങനെ ആള് മറ്റേ ഇങ്ങനെ ചെരിച്ചു അടി നോക്കും. ഇത് UK, ഇത് വെച്ചോ. മറ്റേ ചൈന, ഇത് UK, ഇത് ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റൂലേ? എല്ലാം ഡിഷ് വാഷറിൽ വെക്കാം. ഇത് പോവോ? ഏയ് ഒന്നും പോവില്ല. ഇതൊക്കെ നല്ല സാധനമാണല്ലോ. ഇപ്പൊ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ? പഴയതിങ്ങനെ നോക്കിയപ്പോ പുതിയത് തൊടാത്ത സാധനങ്ങൾ ഉണ്ടായി. അപ്പൊ അതിങ്ങനെ ബാക്കിൽ നോക്കി മെയ്ഡ് ഇൻ ചൈന ആകെ മാറ്റിക്കോ. ഇംഗ്ലണ്ട് അതൊക്കെ ഉള്ളിൽ ഇറ്റലി ഫീൽ ഇല്ലേ? അല്ല പ്രോപ്പർ മറ്റേ ഹൈറ്റി ഒക്കെ കുടിക്കില്ലേ, ആ ഒരു ഫീലിംഗ്. എന്നേ ഇതും ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഇത്രയും കൊല്ലായിട്ട് കുഴപ്പമില്ല. എത്ര വർഷമായി കാണും? പൊട്ടിച്ചിട്ടില്ലേ അവര്? 10-20 വർഷമായി കാണില്ലേ? 20 വർഷം പോരാ, 10-40 കൊല്ലായി. 40 years പാത്രങ്ങള് ആയി കാണും. ഇത് കംപ്ലീറ്റ് മിസ്റ്റർ എനിക്ക് തോന്നുന്നു അന്നെ കരിയർ ചേഞ്ചിനുള്ള സമയമായിട്ടുണ്ട് കേട്ടാ. ഇന്റീരിയർ ഡിസൈനിങ് കം കോൺട്രാക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഓൾ ഇൻ ഓൾ ആക്കി നമുക്ക് ഹൗസിൽ ഏൽപ്പിക്കാം. ഇതിപ്പോ രണ്ടാമത്തെ സാധനമല്ലേ പുതുക്കുന്നത്.
അതെ, ഈ വോളൊക്കെ നമ്മൾ തട്ടിപ്പൊളിച്ചു, കിച്ചൺ ഓപ്പൺ കിച്ചൺ ആക്കി. എന്തൊക്കെ ചെയ്തു? 31 വർഷം പഴക്കമായ ഫ്ലാറ്റാ. പഴയ ഫോട്ടോസ് കണ്ടാലേ വിശ്വസിക്കുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. സമയം തന്നെങ്കിൽ ഇതും കൂടി തല്ലി പൊളിച്ചാൽ പിന്നെ മനസ്സിലായത് ഭീമാണ്. പൊളിക്കാൻ പറ്റുന്നതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഫ്ലോറിംഗ് മാറ്റി. പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മൊസൈക്ക് പോലത്തെ എന്താ ഫ്ലോറിംഗ് ഒക്കെ ആയിരുന്നു. 31 years ആയി. ഇത് നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയി ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇതൊക്കെ ഡോറായിരുന്നേ, ഇതൊക്കെ മാറ്റി. ഇത് മൊത്തം ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ട ഫിറ്റിങ്സും കിച്ചണും എല്ലാം ഓപ്പൺ കിച്ചണാക്കി. ഭയങ്കര വ്യത്യാസമാക്കി. കണ്ടാ പറയില്ല പഴയ ഫ്ലാറ്റാന്ന്. വേരിയാൻ്റെ ഒരു ഭാഗ്യം ഇത്രയും ഏസ്തെറ്റിക് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയല്ലേ. ആ സെൻസ് ഒക്കെ അങ്ങോട്ട് കിട്ടിയത്. അത് ഒരിക്കലും നീറ്റ് ആവില്ല. ദിയുടെ റൂം ഉറപ്പാ എനിക്ക്. കൊള്ളാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെയും ബാൽക്കണി ഇങ്ങനെയായിരുന്നു ഡോറ്. ഓ, അപ്പൊ ബാൽക്കണി മാറ്റി. പിന്നെ നല്ല വെട്ടോ വൈകുന്നേരം. അപ്പൊ ബ്രേക്ക് കിടക്കാൻ പറ്റിയ സ്ഥലമാ രാവിലെ 7 മണിയാകുമ്പോ. പക്ഷെ പഴയതാന്ന് ഒട്ടും പറയില്ല കേട്ടാ. നല്ല കാറ്റല്ലേ. എന്ത് ലൊക്കേഷൻ ഇത്? ഷീമാട്ടി മെട്രോ ഫ്രഞ്ച് ടോസ്റ്റ് തൊട്ട് ഓപ്പോസിറ്റ്. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ അവിടെ പോയി ഡെസേർട്ട് അടിക്കായിരുന്നു. ശരി, നേരത്തെ അടയ്ക്കൂല എല്ലാം. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ പഴയതായിട്ട് ഒന്നും ഇല്ല അല്ലേ ഫ്ലാറ്റില്, ഇൻക്ലൂഡിങ് ഈ ഡോറ്. ഫ്രണ്ട് ഡോർ മാറ്റിയില്ലേ? അത് പക്ഷെ പോളിഷ് ചെയ്തു. എന്താ നല്ല ഭംഗിയായിട്ടുണ്ട്. ഡോറും ഇഷ്ടമായി, നല്ല ഫിനിഷിംഗ്. ആക്ച്വലി മറ്റൊരു ഹൈ എൻഡ് ഫ്ലാറ്റ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒരു റെഡിമെയ്ഡ് സാമ്പിൾ ഫ്ലാറ്റ് പോലെ എനിക്ക് തോന്നുന്നത്. നന്നായിട്ടുണ്ട്. അതാ ഡോറും ഫർണിച്ചറും മാച്ചിങ്. പിന്നെ അധികം കളേഴ്സും ഒന്നും ഇല്ലല്ലോ. കറക്റ്റ് ആയിട്ട് കളർ മാച്ചിങ് ആണ്. ഡോറിന് 3 കളേഴ്സ് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ഫർണിച്ചർ കഴിഞ്ഞിട്ട് ആ മാച്ചിങ് ചെയ്യാനായിട്ട്. ഇതിപ്പോ എല്ലാം കണ്ട ഒരു കാം ഷെയ്ഡ്സ്. പിന്നെ ഹാൻഡിൽ ഒരു AKP ആയിരിക്കുമല്ലോ. ചേച്ചി വിളിച്ചായിരുന്നോ? ഞാൻ എന്നോട് നമ്പർ ചോദിച്ചു. വാവ്, ഇത് കുറച്ചും കൂടെ വലുതാണല്ലോ. സെയിം ആണോ? ഇത് ഞങ്ങള് ചൈനയിൽ നിന്ന് വാങ്ങിയത്. ഞാനും അപ്പയും കൂടെ പോയപ്പോ വാങ്ങിയത്. എനിക്കറിയാം ഇതൊക്കെ. ഓ പിന്നെ സെയിം തന്നെ. അപ്പൊ ഇവിടെ ബാൽക്കണി ഉണ്ടായിരുന്നോ? കൊള്ളാം അല്ലേ? വാർഡ്രോബ്സ് ഒക്കെ കൊള്ളാം. നെക്സ്റ്റ് ആരുടെ റൂമാ? ഞങ്ങൾ കിടക്കാൻ പോകുന്ന ഗസ്റ്റ് റൂം. ഞങ്ങൾ ഇന്ന് പോകുന്നില്ല. ചെറിയ ബെഡല്ലേ? നോക്കട്ടെ. ആ കാണിക്കേ. ഓ, ഇതാണ് ദിയുടെ റൂം. എന്തൊക്കെ ദിയുടെയാണ് ബെസ്റ്റ് റൂം കേട്ടാ. പെട്ടിയായിട്ട് പോവാണോ? പിണങ്ങി വന്നാണോ? പെട്ടിയുടെ പരിചയം. അത് നമ്മുടെ ഷോപ്പിലത്തെ ചെസ്റ്റ്. ബാത്റൂമിൽ ഡ്രസ് അല്ലേ? ഇത് ദിയായിരിക്കും ഇത്ര അറേഞ്ച് ചെയ്ത് വെച്ചത്? ഞാൻ ഇപ്പൊ പോയി ചോദിക്കാം അമ്മേനോട്. ഒരു ലാസ്റ്റ് ചാൻസാ സത്യം പറയാനായിട്ട്. നോക്കട്ടെ, ക്യാമറ നോക്കി പറഞ്ഞു. മൊത്തം ദിയ അറേഞ്ച് ചെയ്തത്. ഓക്കെ, ബാക്കി എല്ലാം ദിയാണ് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദിയുടെ ആണെല്ലാം ഇങ്ങനെ മടക്കി അറേഞ്ച് ചെയ്ത് വെച്ചതാരാ? ദിയ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, എനിക്ക് ചോദിക്കണ്ട. ബൈ. ഒറ്റയ്ക്കല്ലേ കിടക്കും? ദിയെന്ന് ഒറ്റയ്ക്ക് കിടക്കുന്ന കേട്ടാ. ഒറ്റയ്ക്ക് ആരുടെ ശല്യമില്ലാതെ കിടന്ന് ഉറങ്ങിക്കോ. നാളെ എഴുന്നേക്കാനും ഇല്ലല്ലോ. എന്തിനാ? എന്തൊക്കെ കിട്ടും. എനിക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് തരണേ. ഓക്കെ, താങ്ക് യു. അത് വേണ്ട, ഡാഡി കൊണ്ടുവരുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് മതി എനിക്ക്. ഓക്കെ. അപ്പൊ ഫുൾ ഷോപ്പ് ആയിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ.